അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള പരസ്യ പ്രഖ്യാപനമാണ്. എന്നാൽ അതിൽ എല്ലാവരും പിടിക്കപ്പെടേണ്ടി വന്നിട്ടില്ല, എല്ലാവരും കൊല ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഓരോരുത്തരെയും ഞാൻ വേഗമൊന്ന് വായിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഇബ്നു അബി സർഹ് എന്ന് പറയുന്നയാൾ ആദ്യം ഇസ്ലാമിലേക്ക് വന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതിയിരുന്ന ആളാണ്. പിന്നെ ഖുറൈശികളുടെ വലയിൽ കയറിയിട്ട് വഞ്ചന ചെയ്തയാളാണ്. വഞ്ചിതരായ ആളുകളെ, വഞ്ചന ചെയ്യുന്ന ആളുകളെ, വഞ്ചകന്മാരായ ആളുകളെ ഒരു രാജ്യത്തിന് ഭീഷണിയാണ്. ഒറ്റക്കൊടുപ്പുകാരെ ഒരു രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? ഒറ്റ കൊടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതും പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്കെതിരെയാണ് ഒന്നാമത്തെ ഓർഡർ. പക്ഷേ അയാൾ മനസ്സിലാക്കി, എനിക്ക് അപരാധമാണ് വന്നത്, എനിക്ക് തിരുത്തേണ്ടതുണ്ട്. അയാള് നേരെ വരുന്നു. ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വകാന അഖാഹു ലിർറളാ. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള ധൈര്യമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. മുലകുടി സഹോദരന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊണ്ടു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഈ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഇബ്നു അബി സർഹ് അയാൾ ഇസ്ലാമിനെ ആഗ്രഹിച്ച് വന്നിട്ടുണ്ട് നബിയേ. അഥവാ ചിലത് അയാൾക്ക് പറയാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മുഖം കൊടുത്തില്ല. കാരണം കൊടും വഞ്ചന ചെയ്തയാളായിരുന്നു. ആ രണ്ടാമതും മുഖം കൊടുത്തില്ല, മൂന്നാമതും പരിഗണിച്ചില്ല. വരുന്നത് ശരിയാണോ എന്നറിയണമല്ലോ. അത് കഴിയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊടുക്കുകയാണ്, ബൈഅത്ത് ചെയ്യുകയാണ്. അപ്പൊ സ്വഹാബത്തിനോട് ചോദ്യം, അല്ല സ്വഹാബ, ഞാൻ 3 പ്രാവശ്യം വിമുഖനായി നിന്നിട്ടും നിങ്ങൾ എന്തേ അയാളോടൊന്ന് ചോദിക്കാതിരുന്നത്? എന്തേ അയാളോടൊന്ന് ചോദിക്കാതിരുന്നത്? ഉടനെ സ്വഹാബത്ത് പറയാണ്, തങ്ങളെ കണ്ണുകൊണ്ട് ചെറിയൊരു ആംഗ്യം കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അങ്ങനെ കണ്ണുകൊണ്ട് വഞ്ചന കാണിക്കൽ അമ്പിയാക്കന്മാരുടെ പണിയല്ല, മുർസലീങ്ങളുടെ ശൈലിയല്ല, അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അയാൾ മാപ്പർഹിച്ചു സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നയാളാണ്. അഇമ്മത്തി എഴുതുകയാണ്, വകാന അബ്ദുല്ലാഹി ബഅദ ദാലിക മിമ്മൻ ഹസന ഇസ്ലാമുഹു ഫവല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടികളും നൽകിയിട്ടുണ്ട്. സുമ്മ വല്ലാഹു ഉസ്മാനു റളിയല്ലാഹു അൻഹു എന്നവരും അവിടുന്ന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ നല്ലതിലേക്ക് മടങ്ങി വന്നയാളാണ് അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെയാളോ അബ്ദുല്ലാഹ് ഇബ്നു ഖത്തലാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന ക്രൂരനാണ്, വലിയ ധിക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളെ വേദനിപ്പിച്ചയാളാണ്, വലിയ പീഡനങ്ങൾ അനുഭവിപ്പിച്ച ആളാണ്, വലിയ മർദ്ദനങ്ങൾ നൽകിയ ആളാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ നബിയേ, അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ കഅബയുടെ ഖില്ലയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്, ഇന്നൽ കഅബത ലാ തുഈദു ആസിയാ വലാ തംനഉ മിൻ ഇഖാമത്തി ഹദ്ദിൻ വാജിബ്. ഓ സ്വഹാബ, അവൻ കഅബയുടെ ഖില്ലയിൽ കിടന്നാലും അവൻ നിർബന്ധമായ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. അവനും മാപ്പിന് വകുപ്പില്ല.
സഈദ് ബിൻ ഹുറൈസ് അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹുവും അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവും നേരെ ചെല്ലുകയാണ്. അവന്റെ കഥ കഴിച്ചു കളഞ്ഞു. അവൻ ഈ രാജ്യത്തിന് ഭീഷണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രാജ്യ നിർമ്മിതിയുടെ ആക്ഷനുകൾ പൊളിറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ വായിക്കണം. രാഷ്ട്രമീമാംസയെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുരംഗത്ത് ഇടപെടുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകളുടെ ആസൂത്രിതമായ മുന്നേറ്റങ്ങളെ വായിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ്റ് ലിസ്റ്റിൽ എഴുതിയിട്ടിരുന്ന ഒരാൾ കഥ കഴിഞ്ഞിരിക്കുകയാണ്. വഅമ്മൽ ഹുവൈരിസ് എന്ന് പറയുന്നയാൾ ആരാണെന്നറിയുമോ? അയാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അഥവാ ഇസ്ലാമിനെതിരെ ചാടി വീണിരുന്നയാളാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന ഫാത്തിമ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് ആ ഒട്ടകത്തെ ആക്രമിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ട് ജനങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കിയ ആളാണ്. സ്ത്രീകളുടെ അവകാശവും ബഹുമാനവും പോലും പരിഗണിക്കാത്ത മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. അവനും ഇവിടെ വേണ്ട. ഫഖതലഹു അലി ബിൻ അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുത്തു. പിന്നീട് മിഖ്യസ് ബിൻ സുബാബ എന്ന് പറയുന്നയാൾ, അയാളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയിൽ ഒരാളുമായി അടിപിടി കൂടിയിട്ട് അവസാനം മക്കാ ഫതഹിന്റെ അന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നയാളാണ്. ഹബ്ബാർ ബിനുൽ അസ്വദ് എന്ന് പറയുന്നയാൾ, അയാൾ വളരെ അക്രമങ്ങൾ ചെയ്തയാളാണെങ്കിലും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഓ നബിയേ, ഞാൻ ഒരുപാട് അരുതായ്മകൾ ചെയ്തവനാണെങ്കിലും എനിക്ക് കുറ്റബോധമുണ്ട്, എനിക്ക് മാപ്പ് തരണേ നബിയേ. നബി തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. പക്ഷേ സ്വഹാബത്തിന് സഹിക്കുന്നില്ല. എത്ര വലിയ ക്രൂരനാണ് ഇയാൾ! ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയോ? മദീനത്തേക്ക് ഇയാൾ വന്നപ്പോ സ്വഹാബത്ത് തുടങ്ങി, അന്തല്ലദീ ഫഅൽത ഫഅൽത അന്തല്ലദീ ഫഅൽത വഫഅൽത. എടോ ഹദ്ദാറെ, നീയല്ലേ നബിതങ്ങളെ ഇങ്ങനെ ചെയ്തത്? നീയല്ലേ നബിതങ്ങളുടെ മക്കൾ വന്ന വഴിക്ക് ശല്യമുണ്ടാക്കിയത്? നീയല്ലേ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞത്? അങ്ങനെ അയാളെ അങ്ങ് വല്ലാണ്ട് മാനസികമായി സ്വഹാബത്ത് പീഡിപ്പിച്ചപ്പോ അവിടെയും മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപനമാണ്. യാ ഹബ്ബാർ സുബ്ബ മൻ സബ്ബക. നിങ്ങളെ ചീത്ത പറയുന്നവർ മോശമാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പാണ്. നോക്കൂ, എന്നാ കുറച്ചൊക്കെ കേട്ടോട്ടെ എന്നല്ല, അയാൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ അയാളെ വേദനിപ്പിക്കാൻ പാടില്ല. ചില കാക്കാമാര് പള്ളിയിലിരിക്കും, എല്ലായിടത്തും റിട്ടയർഡ് ആയിട്ടാ പള്ളി വരിക, പിന്നെ നിസ്കരിക്കാൻ വരുന്നവരുടെ കുറ്റം പറയാ. അങ്ങനെ അഥവാ ഇന്നലെ വരെ നിസ്കരിക്കാത്ത ഒരുത്തൻ പള്ളിയിലേക്ക് വന്നാൽ, ഓ എന്തോ തോന്നിയടാ ഇപ്പൊ പള്ളി വരാൻ, അതോടെ വന്ന വഴിക്ക് അയാൾ തിരിച്ചു പോകും. അങ്ങനെ ചെറിയ റിട്ടയർഡ് ഉപ്പാപ്പമാരുണ്ട്, നല്ല ദിക്ർ ചൊല്ലി ജീവിക്കുന്ന ഉപ്പാപ്പമാരുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം, സുബ്ബ മൻ സബ്ബ യാ ഹബ്ബാർ. നിങ്ങളെ ചീത്ത പറഞ്ഞവർ അവർക്ക് നാശമുണ്ടാകട്ടെ, അവർ മോശക്കാരാണ്. അതോടെ സ്വഹാബത്തെല്ലാം നിർത്തി, ഇയാളെ ചീത്ത പറഞ്ഞുകൂടാ. ഇനി അടുത്തയാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഇന്ന് ഞാൻ അതിലേക്ക് കടക്കാനുള്ള സമയം പോരാ, അത് വളരെ പ്രധാനമായ സംഭവമാണ്. വേറെ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ സബ്അരി എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിസ്റ്റിട്ട ആളുകളിൽ ഒരാളാണ്. ഹബീബായ നബി തങ്ങൾ മക്കയിൽ വന്ന് ജയം വരിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ സബ്അരി എന്ന് പറയുന്നയാൾ നജ്റാനിലേക്ക് നാട് കടന്നു.
നാട് വിട്ടുപോയി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കവിത അങ്ങ് വിട്ടുകൊടുത്തു. ഫഅർസല ഹസ്സാൻ ഇബ്നു സാബിത്തിൻ അബിയാതൻ യുരീദു ബിഹ ഇബ്നു സബഅരി. കവിത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡിപ്പിച്ചയാളാണ്, വളരെ ആക്ഷേപം നടത്തിയ ആളാണ്. അങ്ങ് പാരീസിൽ കൊല്ലപ്പെട്ടവരെ പോലെയുള്ളയാളാണ്. അയാൾ നജ്റാനിലേക്ക് നാട് കടന്നു. ഉടനെ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ് ചീറിപ്പാറുന്ന വാളുപോലെ ഇബ്നു സബഅരിയിലേക്ക് എത്തുകയാണ്. ലാ തഅദമൻ റജുലൻ ഹല്ലക ബുളുഹു നജ്റാന ഫീ ഐശിൻ ഹല്ലലീമി بليت قناتك في الحروب فألفيت خوارة خوفاء ذات وصوم. എവിടെ പോയാലും രക്ഷയില്ല എന്നെഴുതിയിട്ട് മഹാനവറുകൾ എഴുതുകയാണ്. ഫളബുൽ ഇലാഹി അലൽ സബ്അരി വബിനിഹി വഅദാബു സൂഇൻ ഫിൽ ഹയാത്തി മുഖീമി. ഓ ഇബ്നു സബ്അരി, ഭൂമി ലോകത്തെവിടെ പോയാലും അള്ളാന്റെ കോപം വാങ്ങിയിട്ട്, മുത്തുനബി തങ്ങളുടെ ശാപം വാങ്ങിയിട്ട് എവിടെ രക്ഷപ്പെടാനാണ്? രക്ഷയില്ല മോനെ. ഇമാം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇബ്നു സബ്അരിക്ക് ഈ കവിത കിട്ടിയപ്പോൾ ഖറജ ഇലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഹുവ ജാലിസുൻ ഫീ സ്വഹാബിഹി, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ഫലമ്മാ നളറ ഇലൈഹി റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഹാദാ ഇബ്നു സബ്അരി വമഅഹു വജ്ഹുൻ ഫീഹി നൂറുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു സബ്അരി ആണല്ലോ ആ നിൽക്കുന്നത്, അയാളുടെ മുഖത്ത് ഈമാനിന്റെ ഒരു നൂറുണ്ടല്ലോ. മുഅ്മിനീങ്ങളുടെ മുഖത്ത് ഈമാനിന്റെ ഒരു നൂറുണ്ടാവും, ബിദ്അത്തുകാരുടെ മുഖത്ത് ആ ബിദ്അത്തിന്റെ ഒരു ഇരുളുണ്ടാവും. അത് നോക്കിയാൽ തന്നെ വിലയിരുത്താം. ബിദ്അത്തിലേക്ക് പോയ ആളുകളുടെ മുഖത്തൊരു കാടും ഒരു ഇരുട്ടൊക്കെ ഇങ്ങനെ കാണും. അതേസമയത്ത് ഈമാനുള്ളവരുടെ മുഖത്ത് നൂറുണ്ടാകും. അല്ലാഹു തആല നമ്മളെ അൻവാറുകളുടെ ആളുകൾ, അല്ലാഹുവിന്റെ ഈമാനിന്റെ, മുത്തുനബി തങ്ങളുടെ മഹബ്ബത്തിന്റെ അൻവാറുകൾ അല്ലാഹു നമ്മളിൽ നിറച്ചു തരുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്നു സബ്അരി, അയാളുടെ മുഖത്ത് ഈമാനിന്റെ, ഇസ്ലാമിന്റെ നൂറുണ്ട്. അയാൾ വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ഹദാനി ലിൽ ഇസ്ലാം. ഓ നബിയേ, ഞാൻ ഇസ്ലാം അംഗീകരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ ചെയ്യാത്ത തടസ്സങ്ങളിൽ നിന്നറിയുമല്ലോ നബിയേ. അവിടുത്തെ പ്രബോധനത്തിന്റെ വഴിയിൽ വളരെ ശല്യമുണ്ടാക്കിയ ആളാണ്. അങ്ങനെ ഞാൻ നജ്റാനിലേക്ക് ഓടിപ്പോയ ആളാണ്. ഇപ്പൊ എന്റെ കൽബിൽ വല്ലാത്തൊരു പശ്ചാത്താപമുണ്ട്. അയാൾ വന്ന് പറയാണ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്കെന്റെ ഉറക്കടുത്തേക്ക് വരുന്നില്ല. മിമ്മാ അതാനി അന്ന അഹ്മദ ലാമനി ഫീഹി ഫബിത്തു കഅന്നനി മഹ്മൂമു. എനിക്ക് പ്രവാചകന്റെ ശാപം കിട്ടുമെന്നറിഞ്ഞപ്പോ എനിക്കതിനൊന്ന് സഹിക്കുന്നില്ല. ഇന്നി ലമുഅ്തദിറുൻ ഇലൈക മിനല്ലദീ അത്തൈതു ഇദ് അന ഫിൽ ളലാലി അഹീമു. ഞാൻ അവിടുന്ന് ഉപാധി ബോധിപ്പിക്കുകയാണ്, ഒരുപാട് ചെയ്തു പോയി. അയ്യാമ തഅ്മുറുനി ബിഅഗ്വാ ഖുത്തതി സഹമുൻ വതഅ്മുറുനി ബിഹാ മഖ്സൂമു.
എന്നിങ്ങനെ പാടി വന്നിട്ട് ഇബ്നു സബഅരി പറയാണ്, ഇതിന്ന് 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചപ്പോൾ അല്ലാഹ്, എന്തൊരത്ഭുതമാണ്! ലോകത്ത് ഏറ്റവും വലിയ നീതിയുടെ പര്യായം, വിട്ടുവീഴ്ചയുടെ പര്യായം, എന്റെയും നിങ്ങളുടെയും മുത്തുനബി തങ്ങളുടെ ജീവിതം ഇത്രമേൽ കൃത്യമായി അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ ഒരു അരിക് പോലും വായിക്കാനുള്ള നേരം ഈ ജീവിതത്തിന് കിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഇതൊക്കെ വായിച്ചതിന്റെയും കേട്ടതിന്റെയും ബർക്കത്ത് കൊണ്ട് നാളെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഹബീബിന്, ഇതനുഭവിച്ച് നേതൃത്വം നൽകിയ ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ റഹ്മാനേ. മഹബത്ത് കൊണ്ട് ഖൽബൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. ഫൽയൗമ ആമന ബിന്നബി മുഹമ്മദി ഖൽബി വമുഖ്തിഉ ഹദീ മഹ്റൂമു. കണ്ടില്ലേ, ഇന്ന് ഞാൻ എന്റെ ഖൽബ് റസൂലുള്ളാഹിനെ അംഗീകരിച്ചിരിക്കുകയാണ്. മലത്തിൽ അദാവത്തു ഫൻഖലത് അസ്ബാബുഹാ വദഅത് അവാസിറു ബൈനനാ വഹുലൂമു. എല്ലാ വിരോധങ്ങളും അതിന്റെ കാരണങ്ങളും നീങ്ങിപ്പോയി. ഇനി ബന്ധമേ ഉള്ളൂ, ചേർച്ചയേ ഉള്ളൂ. ഇനി അബ്ദുല്ലാഹി ഇബ്നു സബഅരി റസൂലുള്ളാഹിന്റെ മുമ്പെന്ന് മുസ്ലിമായിട്ട് പറഞ്ഞ വരി കേട്ടോ. മങ്കൂസും ഒരു ഇതിലെ ഇർത്തക്കബത്ത് ചെല്ലുന്നവരൊന്ന് ഉറപ്പിച്ചോ. ഫഗ്ഫിർ ഫിദല്ലക വലിദായ കിലാഹുമാ സലലി ഫഇന്നക റഹിമും മർഹൂമു. ഇഗ്ഫിർ, തങ്ങളെ പുറത്തു തരണേ തങ്ങളെ. ഫിദാലക വലിദായ കിലായുഹുമാ, എന്റെ വാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇനിയും അദ്ദേഹം പറയാണ്, ഞാൻ എത്ര വായിക്കാനാണ്, നേരം വളരെ കുറവാണ്. ഹബീബിലേക്ക് ചേരുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിൽ സ്നേഹം മദീനയോട് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ചുംബനം കൊടുക്കാൻ